32 വയസ്സിനും 38 വയസ്സിനും ഇടയിലുള്ള എല്ലാ റോഡുമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ നല്ല സംശയം. 32 കഴിഞ്ഞാൽ എൻ്റെ ഭാര്യക്ക് 37 ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു, ഭാര്യയെ നീ ഓടരുത്. പോള് പറഞ്ഞെന്നറിയോ, ആയിക്കില്ല എന്ന്. ഞാൻ ചോദിച്ചു ശാന്ത ആവാത്തേന്ന് വെച്ചാൽ പോള് പറഞ്ഞ മറുപടി എന്നറിയോ, 3 കൊല്ലം കൂടി ആകണമല്ലോ. ഞാൻ ചോദിച്ചു ശാന്ത 3 കൊല്ലത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞപ്പോൾ പറയാ, ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും പറയുന്നുണ്ടോലും 40-ലാണ് പോലും പ്രണയം പൂക്കുക. ഓക്ക് പൂക്കണമെങ്കിൽ 3 കൊല്ലം കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ആളും ആലോചിച്ചോ, ഇവര് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കെല്ലാം വായിച്ചിട്ട് പൂക്കുവാൻ വേണ്ടി കാത്തിരിക്കുക. അതുകൊണ്ട് എനിക്കിപ്പോ നല്ല പേടി. അതുകൊണ്ട് ഞാൻ ഭാര്യനില്ല, എനിക്ക് തീരെ ഇഷ്ടമൊന്നുമില്ല, എങ്കിലും ഞാനങ്ങ് സ്നേഹിച്ച് കൊല്ലും അവളെ. കാരണം എന്താ അറിയോ, ഓളാറ്റം പോയിക്കിട്ടെങ്കിൽ പോയിട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുക. പക്ഷെ എന്താ വിഷയം എന്നറിയോ, ഞാൻ ഇങ്ങനെ നിങ്ങൾക്കും ക്ലാസ് എടുത്തില്ലേ, എന്റെ ഭാര്യയായിട്ട് അങ്ങ് ഒളിച്ചോടിക്കിട്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളെന്നാ പറയാ, ഓന്റെ ബിടലെന്തേനും അന്ന് വന്നിട്ട് ഓന്റെ ഭാര്യ ഏടുപോയി എന്ന് ചോദിക്കുന്നുള്ള നല്ല പേടി എനിക്കുണ്ട്. ആ പേടിയാണ് എൻ്റെ ഒരു വല്ലാത്തൊരു അസ്വസ്ഥത എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ഭാര്യനെ നല്ല പേടിയുണ്ട്. മൂന്നാമത്തെ കാറ്റഗറി ചെറിയ കുട്ടികൾ, ഓലിക്ക് ഒരു അന്നാം വിട്ട കുട്ടികൾ ഓട്ടോട് ഓട്ടാണ്. അതുകൊണ്ട് എനിക്ക് ഈ കുട്ടികളെല്ലാം പേടിയുണ്ട്. 1-ാം ക്ലാസ്സിലെ ചെക്കൻ അടക്കം ഒളിച്ചോടിയത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് 1-ാം ക്ലാസ്സിലെ കുട്ടി ഒളിച്ചോടാതിരിക്കാൻ വേണ്ട നടപടികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളെ വീട്ടിൽ ഞാനൊരു കാര്യം പറയാം, ഇതൊന്നും തമാശയായിട്ട് എടുക്കണം. ഞാൻ ഒരു കാര്യവും തമാശയല്ല പറഞ്ഞത്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ടും അറിവ് കൊണ്ടും അറിയാത്ത ഒരു കാര്യവും ഞാൻ പറയാറില്ല. ഇതെല്ലാം ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് എനിക്ക് നല്ല പേടിയുണ്ട്. അപ്പൊ കുടുംബസംഗമത്തിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഈ വിഷയം തന്നെയാണ്. നമ്മളെ കുടുംബത്തിൽ ഈ മഹലിൽ ഒരാപത്ത് ഉണ്ടാവരുത്. നിങ്ങളെ മക്കളെ ഇനി ബാംഗ്ലൂരിലും ഈ ബാംഗ്ലൂരിലും എറണാകുളത്തുള്ള ഏറ്റവും പുതിയ പഠനപ്രകാരം അവിടെ വേണ്ടാത്ത ലഹരി വസ്തു ഉപയോഗിച്ച് നശിക്കുന്ന ജന്മങ്ങൾ എറണാകുളത്തും ബാംഗ്ലൂരിലും ജനിച്ചു വളർന്ന കുട്ടിയല്ല. നമ്മുടെ നാട്ടിൽ നിന്ന് പോയി പഠിക്കുന്ന കുട്ടികളാണ് പോലും ബാംഗ്ലൂരിലും എറണാകുളത്തും പോയി നശിച്ചു പോകുന്നതെങ്കിൽ ആ മക്കളെ നിയന്ത്രിക്കാൻ, ആ മക്കളെ ശാസിക്കാൻ, തിരുത്താൻ ചങ്കൂറ്റമുള്ളവരായിട്ട് നിങ്ങൾ മാറണം. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയുകയാണ്, എന്താ പറയുക, ആരും കല്യാണം കഴിച്ചിട്ട് വലിയ ഇഷ്ടമൊന്നുമില്ല. ശരിയാണോ തെറ്റാണോ? ശരിയാണോ? നിങ്ങൾ വേഗം പറഞ്ഞു, സത്യം പറഞ്ഞോളി. നിങ്ങൾക്ക് കല്യാണം കഴിച്ചിട്ട് ഇപ്പം ഭയങ്കര ഇഷ്ടമാണോ? എനിക്ക് ഒരു സ്വകാര്യം, നിങ്ങൾ കള്ളത്ര പറയുന്നത് എനിക്കറിയാം. ഞാൻ എൻ്റെ ജീവിതം പറയട്ടെ, ഞാനും വളരെ സ്വപ്നയിലുണ്ട്. എനിക്ക് ഇന്നലെ ബാംഗ്ലൂരിൽ നിന്ന് മരിച്ച ആ പെണ്ണിനെ ആ ചെക്കൻ കുത്തിക്കൊന്ന ആ ചെക്കൻ ആലോചിച്ചിട്ട് ചിരി വരിക. ഒരു പെണ്ണിനോട് ഐ ലവ് യു, ഓള് വേണ്ടാന്ന് പറഞ്ഞ അപ്പാട് കുത്തുക. അങ്ങനെ കുത്തുന്നാണെങ്കിൽ 155 പെണ്ണിനെ ഞാൻ കുത്തണേണ്ട്. കാരണം എന്താ അറിയോ, ഞാൻ കല്യാണം കഴിക്കൂല എന്ന് തീരുമാനിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിലെ ചുറ്റുപാടുകളാണ്, എന്നെ വളർന്നു വന്ന സാഹചര്യമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ മൈക്കൊക്കെ പുറകിൽ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ പുറകിൽ എൻ്റെ ശക്തനായ ഒരു അച്ഛൻ ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛൻ മാത്രമല്ല കേട്ടോ, മുഹമ്മദിന്റെ ബാപ്പക്കും എൻ്റെ വളർച്ചയിൽ നല്ല പങ്കുണ്ടായിരുന്നു. ആ അച്ഛനെ അനുകരിച്ച് ജീവിക്കാനാണ് ഞാൻ. പക്ഷെ ഒരു കാര്യം ഞാൻ സത്യം പറയാം നിങ്ങളോട്, എൻ്റെ അച്ഛനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനാണ് ഈ മൈക്കൊക്കെ പുറകിൽ എന്നെ എത്തിച്ചതെന്ന് ഞാൻ പറഞ്ഞല്ലോ. മുഹമ്മദിന്റെ ബാപ്പക്ക് അതിൽ ശക്തി ഉണ്ടെന്ന് പറഞ്ഞല്ലോ. പക്ഷേ എനിക്ക് ഈ രണ്ടാളില്ലേ ചെറുപ്പത്തിൽ ഒരു വിശ്വാസമില്ല. ഓല അടിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്താ അറിയോ, ഈ രണ്ടാളി എനിക്ക് കണ്ണെടുത്താൽ കണ്ടൂടെ. 4-ാം ക്ലാസ് വരെ എൻ്റെ അച്ഛൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലൊരു ചങ്ങായിയ. സൈക്കിളുമ്മ കൂട്ടിക്കൊണ്ടുവന്ന് ബെല്ലടിക്കുന്നു, കടല മുട്ടായി വാങ്ങിച്ചിരുന്നു. 5-ാം ക്ലാസ് 6-ാം ക്ലാസ്സിലെത്തിയപ്പോഴാണ് അച്ഛന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത്. സന്ധ്യക്ക് വീട്ടിൽ വരണം പോലും, ബാങ്ക് കൊടുക്കുമ്പോൾ എത്തണം പോലും. സൈക്കിളിന് വാങ്ങിച്ചു തരാൻ പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു ചുറഞ്ഞ സ്വഭാവം. പരീക്ഷ തോറ്റാ പിന്നെ പറയണ്ട. ഞാനാണെങ്കിൽ 10-ാം ക്ലാസ് വരെ തോറ്റു പണ്ടാരടങ്ങിയ ഒരു ചങ്ങായിയ. പരീക്ഷയെ തോറ്റു പണ്ടാരടങ്ങുമ്പോഴും ഈ അച്ഛൻ അന്നേരം ഒരു ചൊറിച്ചിലിങ് വരും. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ വരുന്ന ഇഷ്ടമല്ലായി. പക്ഷെ എനക്ക് വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ, ഞാൻ നല്ലോണം തന്നെയാണ് അന്നും. ഞാൻ വളരെ നല്ലതാണ്. പക്ഷെ ഈ പരീക്ഷ തോക്കുമ്പോൾ എൻ്റെ അച്ഛനും പറഞ്ഞ വർത്താനം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞതെന്നറിയോ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ അച്ഛനല്ല കാരണക്കാരൻ, എൻ്റെ അമ്മയാണ് കാരണക്കാരൻ. എൻ്റെ അച്ഛന് എൻ്റെ പരീക്ഷ എന്നൊന്നും ശ്രദ്ധിക്കുമെന്നൊന്നും നേരില്ല. അച്ഛൻ ഇങ്ങനെ വരുന്നു പോകുന്നു. അമ്മക്ക് എന്നെ നന്നാക്കണം എന്ന് വലിയ ആഗ്രഹം. ഞാനാണെങ്കിൽ നന്നായിട്ടില്ല. പക്ഷെ എൻ്റെ അച്ഛന് സ്കൂളിൽ പോയിട്ട് പ്രോഗ്രസ് കാർഡ് ഒപ്പിടുന്ന ദിവസം അച്ഛൻ്റെ ഫ്രണ്ടായ മാഷ് അച്ഛനോട് ചോദിച്ച്, നിങ്ങളെ മോനായത് എഞ്ചിനീയറിംഗ് സ്കൂൾ വന്നിട്ട് ഇങ്ങനെ നാശമായിട്ട് പഠിക്കുകയില്ല, മരപ്പൊടനെ പോലത്തെ മറ്റേ ഇങ്ങനെ സൂപ്പി മാഷ് പൊട്ടൻ തന്നെയാ പണ്ടേ എന്നെ വിളിക്കുന്നത്.
അതുകൊണ്ട് എനിക്ക് പൊട്ടാന്ന് വിളിച്ചാൽ പ്രശ്നമില്ല. പക്ഷെ അച്ഛനോട് എന്നെ പൊട്ടാന്ന് പറഞ്ഞപ്പോ ഈ മോനെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല എന്ന് പറഞ്ഞപ്പോ അച്ഛൻ എന്റെ വീട്ടിലേക്ക് വന്നിട്ട് എന്നോട് പെരുമാറിയ ഒരു പെരുമാറ്റമുണ്ട്. അവസാനമില്ലേ, എനിക്കൊരു രക്ഷയില്ല. കേരളത്തിൽ ആത്മഹത്യ കൂടുന്നു എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 10ാം ക്ലാസ്സിൽ നിന്ന് മാഷെടുത്തും രക്ഷയില്ലാതെ, അച്ഛൻ്റെ അടുത്ത് രക്ഷയില്ലാതെ, പരീക്ഷയിൽ 0 മാർക്ക് ഇങ്ങനെ വാങ്ങിക്കൂട്ടിയ സങ്കടത്തിൽ അച്ഛൻ്റെ അടുത്ത് നിന്നും അമ്മയുടെ അടുത്ത് നിന്നും ഒരു സപ്പോർട്ടും ഇല്ലാത്തൊരു 10ാം ക്ലാസ്സുകാരനുണ്ടായിരുന്നു. ഞാൻ അരക്കൊല പരീക്ഷയ്ക്ക് എല്ലാ പരീക്ഷയിലും തോറ്റപ്പോ ഇല്ലേ, ഞാൻ തൂങ്ങി മരിക്കാൻ തീരുമാനിച്ചു. ചെറിയങ്ങള് എന്റെ വീട്ടിലൊന്നും ഫാനൊന്നുമില്ല, മുട്ടവളക്ക. ആ മരത്തിന്റെ മേലെ ഞാൻ കൊണ്ടുപോയി രാത്രി കൊണ്ടുപോയി കെട്ടി, ഇങ്ങനൊക്കെ കെട്ടി അച്ഛന് കാണിച്ചു തരാന്നൊന്നും പറഞ്ഞിട്ടില്ല. അച്ഛനോടുള്ള ദേഷ്യം അല്ലാണ്ട് എനക്ക് ജീവിക്കണം നല്ല ഉണ്ട്. അവസാനം തലയിൽ കഴുത്തിൽ കുരുക്കിട്ടിട്ടില്ലേ, ഒന്നും കൂടി കുരുക്ക് റെഡിയാണോ ഒന്ന് സ്റ്റൂളും വന്ന് ഇറങ്ങി മേലോട്ട് നോക്കിയത്, മരിച്ചോ എന്ന് ദിവസവും പറയുന്നത് എന്റെ അച്ഛനാ പറഞ്ഞത്. പരീക്ഷ തോറ്റ അന്നേരം അച്ഛൻ പറഞ്ഞു, മരിച്ചോ എനിക്ക്, കുടുംബത്തിന് മാനക്കേട് ഉണ്ടാക്കും, ഇനി എന്തിനാടാ മൂത്തവനെല്ലാം കണ്ടു പഠിക്കുന്നീ എന്ന് പറയുന്ന ഒരു അച്ഛൻ. അവസാനം എപ്പോഴും മരിച്ചോ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ മരിക്കാൻ തീരുമാനിച്ചത്. ആ കയറ് എന്നോട് പറഞ്ഞു തന്നൊരു വർത്താനമുണ്ട്, അത് ദൈവികമാണോ എന്ന് എനിക്കറിയില്ല. ആ കയറ് എന്നോട് പറഞ്ഞു തന്നറിയോ, നിന്റെ അച്ഛനല്ലേ നിന്നോട് മരിച്ചോ എന്ന് പറയുന്നത്, അങ്ങനെ ഇനി മരിച്ചാൽ പൊട്ട, നിന്റെ അച്ഛൻ സന്തോഷിക്കൂല. ഇനി മരിച്ചാല് നിന്റെ അച്ഛൻ സന്തോഷിക്കൂ. ഇനി മരിച്ചാൽ നിന്റെ സ്വത്ത് മുഴുവൻ എന്റെ 4 വങ്ങ കിട്ടൂലേ, എല്ലാം കൊണ്ട് എനിക്കെന്ത് ഗുണാന്ന് പറഞ്ഞപ്പോ ഞാൻ കയറ് വലിച്ചങ്ങ് അടിക്കഞ്ഞു. എന്നിട്ട് എന്റെ വീട്ടിന്റെ മുന്നിലത്തേക്ക് വന്നിട്ട് അച്ഛനോട് നേരിട്ട് പറയാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് ഞാൻ എന്റെ അമ്മേനെ വിളിച്ചൊരു വിളിയുണ്ട്. അമ്മേന്ന് വിളിച്ചപ്പോ അമ്മ ഇവിടുന്ന് ഓടി വന്നു. ആ അമ്മ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറഞ്ഞൊരു വർത്താനം എന്നറിയോ, അമ്മേ ആ ചങ്ങായില്ലേ, ഏതാ ചങ്ങായി, അച്ഛേ മരിച്ചോ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഞാൻ മരിക്കൂല. ഇനി അഥവാ മരിക്കുന്നുണ്ടെങ്കിൽ പണ്ടാരക്കാലിനെയും കൊണ്ടേ ഞാൻ പോകൂ. ഇത് കേട്ടതും അച്ഛൻ വടിയെടുത്താർന്ന് എണീറ്റതും ഞാൻ പറമ്പിലേക്ക് പറന്നോടിയതും ഓടുമ്പോ ഒരു നായി എന്നെ നോക്കി എന്നാക്കിയതും ഒരു കല്ലെടുത്ത് നായിനൊരു ഇറങ്ങെറിഞ്ഞപ്പോ ഇല്ലേ, എന്റെ സങ്കട ലീലോടി അങ്ങ് ഇറങ്ങിപ്പോയി. ആ നായിനെറിഞ്ഞ് ഏറില്ലേ, എനിക്ക് ഇപ്പോഴൊരു ഉപകാരം. ആ നായല്ല എന്നെ കാണുമ്പോ ഇല്ലേ, പ്രഭു അങ്ങ് പോയിക്കോളൂ. ഇപ്പോഴും നായ്ക്കൾ എന്നെ കാണുമ്പോൾ മാറി തരുന്നുണ്ട്. പക്ഷെ പത്രം വായിക്കുമ്പോ ദിവസവും നായ്ക്കൾ എല്ലാരെയും കടിക്കുന്നുണ്ടല്ലോ. അതെന്താ നായ്ക്കൾ കടിക്കുന്നത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ പോറ്റുന്ന അറിഞ്ഞൂടായിട്ട് നായിനെ കാണുമ്പോ ഞാൻ എനിക്ക് ഇന്ന് ശരിക്കും മനസ്സ് നായി കടിക്കുന്നതിനൊരു കാരണം എന്താ അറിയോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു PTA മീറ്റിങ്ങിന് പോയപ്പോ PTA മീറ്റിങ്ങിൽ മാഷ് ചോദിച്ചു, നിങ്ങളെ മക്കൾക്ക് ഞാളെ എന്തെങ്കിലും ചെയ്തു തരേണ്ടതുണ്ടോ, നിങ്ങൾക്ക് ഞാളെ കുറിച്ച് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോ ഒരമ്മ ചാടി എണീറ്റ് പറയാ, ഓട്ടോറിക്ഷ എന്താ ആ ഗേറ്റിന്റെ അടുത്ത് മാത്രം വരുന്നു, ഇങ്ങോട്ട് കാറ്റിയാൽ എന്താ, എന്നാൽ എനിക്ക് ഇരുത്തിമെന്ന് അങ്ങ് താടിയാ പോയിനാ, ഇനിയും കൊണ്ട് റോഡുമ്പിൽ വരേണ്ട ആവശ്യമുണ്ടോന്ന്. ഇങ്ങനെ എനക്ക് ആ കുഞ്ഞനെ ഞാനിങ്ങനെ ആലോചിക്കുക, ഈ കുട്ടീനെ ഒരു തരി നടക്കാൻ പോലും സമ്മതിക്കാത്ത അമ്മയുടെ മക്കൾ എങ്ങനെ ഈ മണ്ണിലൂടെ ജീവിക്കുക? നിങ്ങളെ മക്കളെല്ലാം സ്കൂളിൽ പോക്കുണ്ടാ? നിങ്ങളെ മക്കളും ഗ്യാസിന്റെ കുറ്റിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാ? എന്താ ഇവിടെ ഗ്യാസിന്റെ കുറ്റി ഉണ്ട് നിങ്ങളവിടെ? ഇല്ല. ഗ്യാസിന്റെ കുറ്റി തീർന്ന നിങ്ങൾ എന്നാ ചെയ്യുക, അടുക്കളയിൽ നിന്ന് ഉരുട്ടി ആ കൊള്ളുമ്മലവിടെ കൊണ്ടാക്കും. അപ്പൊ ഒരു ഗുഡ്സ് വരും. ഈ കുറ്റീന ഗുഡ്സിൽ വന്ന ചങ്ങായി മറ്റോനും കൂടി ഉരുട്ടിയിട്ട് അതിലെങ്ങനെ ഇട്ടേക്കും. അതിന് വൈകുന്നേരം ആ ഗുഡ്സ് പിന്നെയും വന്നിട്ട് അതിൽ എന്തെല്ലോ ഒന്ന് അറച്ചിട്ട് അവിടെ തന്നെ അങ്ങ് ഇറക്കിയേക്കും. അപ്പൊ നിങ്ങൾ കൊണ്ട് വന്നിട്ട് ഉരുട്ടി അടുക്കളയിൽ കൊണ്ടാക്കും. ഇതേപോലെ തന്നെയല്ലേ നിങ്ങളെ കുട്ടിയും? എന്റെ വീട്ടിൽ രാവിലെ വന്നു നോക്കും. ഇപ്പൊ എന്ത് പറയുമ്പോൾ കുടുംബത്തിൽ എന്റെ കുട്ടി എന്ത് കുട്ടി, ആ കുട്ടിക്ക് സ്കൂളിൽ പോകുമ്പോൾ സ്വന്തമായിട്ട് ബാഗിൽ പുസ്തകം എടുത്തു വെക്കണം എന്ന് അറിയില്ല എങ്കിൽ, കുടിക്കാൻ കൊണ്ടുവന്ന വെള്ളം എടുത്ത് ഒരു വാട്ടർ ബോട്ടിലേക്ക് ഒഴിച്ചിട്ട് ആ കുട്ടിക്ക് സ്കൂളിലേക്ക് എടുക്കാൻ കഴിയില്ല എങ്കിൽ, ആ കുട്ടിക്ക് ഓട്ടോറിക്ഷന്റെ അടുത്തേക്ക് ഒറ്റയ്ക്ക് നടന്നു പോകാൻ കഴിയില്ല എങ്കിൽ, പിന്നെ നിങ്ങൾ എന്ത് കുട്ടീനെയാ പൂറ്റുന്നത്? എനിക്ക് ഈ ഇവിടുന്ന് ഗ്യാസിന്റെ കുറ്റി പോലെ എടുത്തിട്ട് അങ്ങുരുട്ട്. ഞാൻ നിങ്ങൾ ഇന്ന് തൊട്ടിച്ച് നിങ്ങൾ ചിരിച്ച് മരിക്കണമെങ്കിൽ നിങ്ങൾ റോഡുമ്പോ കൂടി പോകുമ്പോ ഈ കുറ്റീനെ നോക്കുക. നിങ്ങള് ഇങ്ങനെ ഈ ഉമ്മേന്റെ പുറത്ത് ബാഗും വാട്ടർ ബോട്ടിലും റേഷൻ പിഴയിൽ അരിയും എല്ലാം ഇങ്ങനെ കുറ്റി ഇങ്ങനെ നിൽക്കുക. എന്നാ കുറ്റിക്ക് എടുത്താൽ പോരെ ബുക്ക്, ആ കുറ്റീൻ്റെ അടുത്ത് കൊടുത്താൽ പോരെ വാട്ടർ ബോട്ടിൽ. അപ്പോഴൊരു ബസ് വരുന്നല്ലോ ഓർഡർ ചെയ്യുന്ന കുറ്റീനെ എല്ലാവരും കൂടി എടുത്തിട്ട്
അതിൽ കയറ്റുന്ന ഉമ്മ ആ തലച്ചോമട് അതിലേക്ക് കയറ്റിവെക്കുന്നു. വൈകുന്നേരം ഈ കുറ്റീനാട് ഇറക്കുമ്പോ കുറ്റിക്ക് ഒറ്റയ്ക്ക് പോന്നാ പോരെ. അന്നേരം ഉണ്ടാവും അമ്മ കുറ്റീനെ കൂട്ടേ ബേഗലിലെടുത്ത് തലയിൽ വെച്ചിട്ട് ഹൊയ് ഹൊയ് കുറ്റി ഇങ്ങനെ ആടുന്ന് പുല്ലിങ്ങനെ വരയ്ക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പിന്നെ നിങ്ങൾ ഈ മനുഷ്യക്കുട്ടി എങ്ങനെയാ നമ്മളെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുക? മണ്ണിനെ അറിയാത്ത, ചെടികളെ അറിയാത്ത കുട്ടി എങ്ങനെയാ ഉപ്പേനെയും ഉമ്മേനെയും മനസ്സിലാക്കുക? അവൻ എങ്ങനെയാ ജാതിയും മതവും സംസ്കാരവും ശീലവും മാനവും മനസ്സിലാക്കുക? അപ്പൊ നിങ്ങളൊരു ഉമ്മ എന്ന രീതിയിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടെന്ന് അറിയോ? കുട്ടീനെ സ്വയം പര്യാപ്താക്കുക. മദ്രസയിൽ പോകുമ്പോൾ പുസ്തകവും എല്ലാം എന്തെല്ലാം എടുക്കണം എന്നുള്ളതെല്ലാം കുട്ടി എടുത്തു വെക്കണം. സ്കൂളിൽ പോകുമ്പോൾ ബാഗിൽ പുസ്തകങ്ങളും ചോറും വെള്ളം എല്ലാം കുട്ടി എടുക്കണം. കുട്ടിക്ക് ഒറ്റക്ക് വായിക്കണം എന്നുള്ള ബോധം ഉണ്ടാവണം. അല്ലാണ്ട് എന്റെ ഇത് നിങ്ങളെ വീട്ടിൽ മാത്രമല്ല കേട്ടോ, എന്റെ വീട്ടിൽ നിങ്ങൾ രാവിലെ വന്നാൽ ചിരിച്ച് മരിക്കും. ഈ ക്യാമറ ആടെ കൊണ്ടാച്ചാൽ നല്ല രസാട്ടോ. എന്റെ വീട്ടില് എന്റെ ചെക്കനാണെങ്കിൽ ഈ മരക്കുറ്റി പോലെ ഇങ്ങനെ എണീറ്റിട്ട് കോനാൽ ഇങ്ങനെ കുത്ത, ഓള് തന്നെ ഇങ്ങനെ ഓടുക, എണീക്ക്, തിന്ന്, പഠിക്ക്, ഏത്. ഈ ചെക്കൻ ഇന്ന് വരെ തിന്നത് ഞാൻ കണ്ടിക്കേ. ഓള് തന്നെ കുറെ പുട്ടെല്ലാം തിന്നുക. എന്നാ വെനല്ലേ വിട്ടു കൊടുക്കേണ്ടത്? ഓന്റെ ഹോംവർക്കെല്ലാം വെളെന്നെ എഴുതുക. ഏറ്റ് ടീച്ചറെ ശരിയിടുമ്പോ A+ കിട്ടുമ്പോ ഒക്കെ തന്നെ ഒരു കുളിർമ വരുക. ഈ ചെക്കൻ എങ്ങനെ ഡോക്ടറായാലും എന്താക്കുന്നു ഞാൻ ഇങ്ങനെ വിചാരിക്കാം. അതുകൊണ്ട് എനിക്ക് കുട്ടികൾ ഒരിക്കലും ഞാൻ കുറ്റം പറയാം. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം പറയാം? കുട്ടീനെ സ്വയം പര്യാപ്താക്കുക. കുട്ടീനെ സ്വയം പര്യാപ്താക്കുക. കുട്ടീനെ വേണ്ടാത്ത ലഹരിയിലേക്ക് കുട്ടി പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, ഒരു ബാപ്പയുടെ പരാജയം. എന്റെ 18 വയസ്സ് വരെയുള്ള കുട്ടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള ശക്തി എനിക്കുണ്ടാവണം. 18 വയസ്സിന് മുമ്പേ എന്റെ മക്കൾ ഒളിച്ചോടി പോയിട്ടുണ്ട് എങ്കിൽ അതിന്റെ പരിപൂർണ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനുള്ള കപ്പാസിറ്റി അച്ഛൻ എന്ന രീതിയിൽ എനിക്കുണ്ടാവണം. നിങ്ങൾക്ക് ബാപ്പ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. ഉമ്മ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഉണ്ടാവണം. അതുകൊണ്ട് നിങ്ങളെ ഈ കുടുംബ സംഗമത്തിൽ എനിക്ക് നിങ്ങളെ മക്കളെ കൃത്യമായി പോറ്റണം എന്നുള്ള ഒരൊറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ.